ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്കു പിന്നാലെ രാഷ്ട്രീയത്തിൽ കേജ്രിവാൾ അപ്രത്യക്ഷനാവുകയായിരുന്നു. മുൻപുണ്ടായിരുന്ന സാന്നിധ്യമൊന്നും കേജ്രിവാൾ ഇപ്പോൾ പൊതുരംഗത്ത് കാണിക്കുന്നതേയില്ല. മാധ്യമങ്ങളിൽ വല്ലപ്പോഴുമുള്ള പ്രതികരണത്തിനപ്പുറം കേജ്രിവാൾ മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നില്ല. ദേശീയതലത്തിൽ ബി.ജെ.പിയുടെ മുഖ്യധാര എതിരാളിയായി ഉയർന്നുവന്ന ആപ്പിന് തെരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ നഷ്ടമായത് ജനങ്ങളുടെ വിശ്വാസം തന്നെയാണ്. എന്നാൽ കേജ്രിവാളിന്റെ ഈ പിന്മാറ്റം ദേശീയതലത്തിൽ പാർട്ടിയുടെ നിലനിൽപ്പിനെ അടക്കം ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. നിലവിൽ ആം ആദ്മി പാർട്ടിക്ക് ദില്ലിയിൽ 3 പഞ്ചാബിൽ 7 സീറ്റുകളാണ് രാജ്യസഭയിൽ പാർട്ടിക്കുള്ളത്. ഭരണം നഷ്ടമായതോടെ ഡൽഹിയിലെ സാധ്യതയും ഏറെക്കുറെ അടഞ്ഞ അവസ്ഥയാണ്. പാർട്ടിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന കേജ്രിവാളിനെ രാജ്യസഭയിൽ വീണ്ടും എത്തിക്കണമെന്ന ചർച്ചകൾ സംസ്ഥാന ഘടകത്തിലും വലിയ ചർച്ചാ വിഷയമാണ്. ഭരണകാലത്ത് ആം ആദ്മി പാർട്ടിയെ പിടിച്ചു കുലുക്കിയതും പ്രതിപക്ഷം ആയുധമാക്കി ഉപയോഗിച്ചപ്പോൾ പാർട്ടി നിലം പതിക്കാൻ ഇടയാക്കിയ സംഭവമാണ് ഡൽഹി മദ്യനയ അഴിമതി കേസ്. 2021 നവംബറിലാണ് ഡൽഹി സർക്കാർ പുതുക്കിയ മദ്യനയം നടപ്പിലാക്കിയത്. പുതിയ നയമനുസരിച്ച് സർക്കാർ മദ്യവിൽപ്പനയിൽ നിന്നും പൂർണ്ണമായും പിന്മാറുന്നു. ഡൽഹിയെ 32 സോണുകളാക്കി തിരിച്ച് ഓരോ സോണിലും 27 കടകൾ വീതം 864 ഔട്ട്ലെറ്റുകൾ ടെൻഡർ വിളിച്ച് അനുമതി നൽകിയത് മദ്യത്തിന്റെ ഗുണനിലവാരത്തിൽ വ്യാപക പരാതികൾ ഉയർന്നു. നടപ്പാക്കിയ മദ്യനയത്തിൽ അഴിമതി ആരോപിച്ച് ബി.ജെ.പി രംഗത്തെത്തി. ആരോപണങ്ങൾ ഉയർന്നതോടെ പുതിയ നയം ഒഴിവാക്കി താൽക്കാലികമായി പഴയ നയം തുടർന്നു. എങ്കിലും ആം ആദ്മി പാർട്ടിയുടെ പതനം അന്ന് തുടങ്ങിയിരുന്നു. 2022 ഓഗസ്റ്റ് 17 വഞ്ചന, കൈക്കൂലി എന്നീ കുറ്റങ്ങൾ ചുമത്തി മനീഷ് സിസോദിയയ്ക്കും എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വ്യവസായികൾക്കുമെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്തു. ഓഗസ്റ്റ് 19 സിസോദിയയുടെയും ആം ആദ്മി പാർട്ടിയിലെ മറ്റ് 3 അംഗങ്ങളുടെയും വസതിയിൽ CBI റെയ്ഡ് നടത്തി. തുടർന്ന് മദ്യനയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കലിന് ED കേസെടുത്തു. ഓഗസ്റ്റ് 30 ഗാസിയാബാദിലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ശാഖയിൽ CBI ഉദ്യോഗസ്ഥർ സിസോദിയയുടെ ബാങ്ക് ലോക്കറുകൾ അടക്കം പരിശോധിച്ചു. തുടർന്ന് സെപ്റ്റംബർ 6 മുതൽ 16 വരെ രാജ്യത്തുടനീളം 35 സ്ഥലങ്ങളിൽ EDയുടെ റെയ്ഡ്. തുടർന്ന് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കമുള്ളവരുടെ അറസ്റ്റ്. ഏറ്റവും ഒടുവിൽ ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ വരെ അറസ്റ്റ് ചെയ്യുന്ന അപൂർവമായ സംഭവങ്ങൾ. കേജ്രിവാളിന്റെ അറസ്റ്റും നടപടികളും ബി.ജെ.പിക്കെതിരെ ശബ്ദിച്ചെങ്കിലും അവയ്ക്കിടയിലും അവസരം ആയുധമാക്കാൻ ബി.ജെ.പി ശ്രമിച്ച ഫലങ്ങളാണ് തെരഞ്ഞെടുപ്പിനൊടുവിൽ കണ്ടത്. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നൽകിയ വാഗ്ദാനങ്ങൾ പലതും അവർക്ക് അനുകൂലമായി എന്ന് പറയാം. നിലവിൽ ഡൽഹിയിലെ പ്രതിപക്ഷ സ്ഥാനത്ത് ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നെങ്കിലും കേജ്രിവാളിന്റെ നായക പരിവേഷത്തിന്റെ കുറവ് പാർട്ടിയിലുണ്ട്. അത് പാർട്ടിയുടെ നിലനിൽപ്പിനെയും ബാധിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും ബി.ജെ.പിക്കെതിരെ ശബ്ദമുയർത്തിയ ഒരു പാർട്ടിക്ക് പ്രതികരിക്കാൻ കഴിയാത്ത വിധം തുടച്ചു നീക്കിയെന്നും പറയാം. ആം ആദ്മി പാർട്ടി ഇപ്പോൾ നാഥനില്ലാ കളരിയാണ്. മുന്നിൽ നിന്നും നയിക്കാൻ ഒരു നല്ല നേതാവില്ലാത്ത സ്ഥിതിയും പാർട്ടിക്കുണ്ട്. നിലവിലത്തെ സ്ഥിതിയിൽ കേജ്രിവാൾ അടക്കം പാർട്ടിയെ കൈവിടുകയാണോ എന്ന അഭ്യൂഹങ്ങളുമുണ്ട്. എന്നാൽ കുറച്ചു നാളുകൾക്ക് മുന്നേ ഉണ്ടായ കേജ്രിവാളിന്റെ മകളുടെ വിവാഹം വളരെ ആർഭാടകരമായിരുന്നു. ഏറ്റവും ഒടുവിലായി ഒരു ചോദ്യമുണ്ട്: കേജ്രിവാൾ ഒരു നല്ല ഭരണാധികാരിയായിരുന്നു? പാർട്ടിയുടെ നിലവിലെ സ്ഥിതിയിൽ നിന്നും പഴയ സ്ഥിതിയിലേക്ക് പാർട്ടിയെ വീണ്ടെടുക്കാൻ കേജ്രിവാളിന് കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ മെച്ചപ്പെട്ട ഒരു തിരിച്ചുവരവ് നടത്താൻ കേജ്രിവാളിന് സാധിച്ചേക്കാം. മറിച്ചായാൽ രാഷ്ട്രീയത്തിൽ കേജ്രിവാളിന്റെയും അതുപോലെ ആപ്പിന്റെയും സാന്നിധ്യവും ഇല്ലാതാകും.